നമ്മളൊരു കലാകാരനായിട്ടാണ് സ്വപ്നം കാണുന്നതെങ്കിൽ നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ കലയുണ്ട് എന്ന് വീട്ടുകാർക്ക് ബോധ ബോധ്യപ്പെടുമ്പം അവർ കണ്ടിട്ടുള്ള കലാകാരന്മാരെ മൊത്തത്തിൽ പല വഴികേടിലും വഴി തെറ്റിയിട്ടും റോങ് ആയിട്ടും എക്സാക്ട്ലി. ഒക്കെയാണ് അതന്നെ. അവരവരുടെ ജീവിതം ആണ്. ചെലവഴിച്ചത്. നമ്മൾ അതിൽ പെട്ടുപോവോ എന്നുള്ള ബേജാറാണ്. ആണ്. അല്ലാതെ ആ ഫീൽഡിലേക്ക് പോകുന്നത് ഒരു തെറ്റ്, അല്ലെങ്കിൽ അതിലേക്ക് പോകാൻ പാടില്ല, അത് വേറെ ലെവലാണ് എന്നുള്ളതല്ല. എൻ്റെ മകൻ ഒരു പാട്ടുകാരനായിട്ട് പോകുമ്പം ഞാൻ കണ്ടിട്ടുള്ള പാട്ടുകാർ, പാട്ടിൻ്റെ മേഖലകൾ, അതിൽ ചിലപ്പോൾ മോശമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഉം. അപ്പം നമ്മളൊരു വാപ്പയാണെങ്കിലും ഭാര്യയാണെങ്കിലും ഉമ്മയാണെങ്കിലും സഹോദരന്മാരാണെങ്കിലും പേടിക്കും. ആണ്. നമ്മൾ എന്തായിത്തീരും, എന്തുകൊണ്ടെന്ന് വെച്ചാൽ നാളെ നമ്മൾ ഒരു മോശപ്പെട്ട അവസ്ഥയിലേക്കോ അല്ലെങ്കിൽ മോശപ്പെട്ട രീതിയിലേക്കോ മാറിപ്പോകുന്നുള്ള ആദ്യമാണ്. അതിൽ അങ്ങനെയൊന്നും പെടാതെ നമ്മൾ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ, അതിനുള്ള പവർ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടുകാരും നമ്മുടെ ഫാമിലി ഹാപ്പിയാണ്, നാട്ടുകാർ ഹാപ്പിയാണ്. ഉറപ്പായിട്ടും. കാരണം പാട്ട് അല്ലെങ്കിൽ എഴുത്ത് എന്ന് പറയുമ്പം കള്ളും കഞ്ചാവും പെണ്ണും എന്നാണെന്ന് ഇപ്പോഴും പറയുന്നവരുണ്ട്, ആണ്. ഇല്ലേ? അതിൽ മദ്യത്തിൽ അടിമപ്പെട്ടിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളെ വീട്ടുകാർ ഈ ഫീൽഡിലേക്ക് വരുന്നതിൽ ആദ്യം പേടിച്ചതിൻ്റെ പിന്നിൽ ഇതാണ്, നമ്മൾ വഴിതെറ്റി പോവോ എന്നുള്ളതാണ്.